Assalamualaikum. Welcome back to Zain's Wonder World. ഇന്ന് നമുക്ക് മക്രോണി തയ്യാറാക്കാം വൈറ്റ് സോസിൽ. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനലായ Zain's Wonder World നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നും നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കണം. ഞാൻ ഈ ടൈപ്പ് മക്രോണിയാണ് വാങ്ങിയത്. ഇത് ഞാൻ കൊണ്ടോട്ടി ഹൈപ്പർ ബഡ്ജറ്റിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇനി ഇത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം, ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ചാൽ മക്രോണി പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മക്രോണ ഇട്ട് കൊടുക്കാം. ഞാൻ 1 കിലോ മക്രോണാണ് ഇട്ട് കൊടുത്ത്. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ, ഒന്ന് സോഫ്റ്റായി വരണം. അപ്പോഴേക്കും നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലോട് കൂടിയാണ് ഞാൻ എടുത്തത്. പൊരിച്ചതിന് ശേഷം എല്ലൊക്കെ റിമൂവ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ ഫ്രൈ പാനിൽ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഓരോന്നും ഇട്ട് കൊടുക്കാം. ഞാനിത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ശേഷം ഇപ്പോൾ പൊരിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുക്കറിലിട്ടൊരു വിസിൽ വേവിച്ചെടുത്തിട്ട് എല്ലാം റിമൂവ് ചെയ്താൽ മതി. ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് ഖത്തറിലുള്ള എൻ്റെ കസിനും വൈഫുമാണ്. താങ്ക് യു ബാവട്ടിക്ക, എൻ്റെ കുഞ്ഞോൾ. ഇനി ഇത് നന്നായി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഓവർ കുക്കാവേണ്ട ആവശ്യമില്ല. ഇനി ഇതവിടെ കിടന്ന് ഫ്രൈ ആവട്ടെ. ഇപ്പോൾ മക്രോണി ഇവിടെ നന്നായി വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇതുപോലെ ഒരു ഓട്ടപാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് വെള്ളം ഒഴിവാക്കിയെടുക്കാം. എന്നതിന് ശേഷം നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ച് ഇതൊന്ന് കഴുകിയെടുക്കണം. ഇത് ചൂട് അടിയിലുള്ള ഭാഗം ചൂട് തട്ടി അധികം കുക്കായി പോവും, കട്ട പിടിക്കുകയും ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ കഴുകി കൊടുക്കുന്നത്. ഇനി ഇതിലെ വെള്ളം നന്നായി ഒന്ന് വാർന്ന് വരട്ടെ. ഇപ്പോൾ ഞാനിവിടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ എല്ലൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് വരാം. ഇപ്പോൾ ചിക്കനൊക്കെ ഇവിടെ ഞാൻ എല്ലൊക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ബട്ടറാണ് ഞാൻ ഇട്ട് കൊടുത്ത്. അതൊന്ന് മെൽറ്റായി വരട്ടെ. ഇപ്പോൾ ബട്ടറൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ സ്വന്തം അല്ലെങ്കിൽ ഓയിൽ സ്വന്തം ഉപയോഗിക്കാം. ഞാൻ രണ്ടും കൂടാണ് ഉപയോഗിച്ചത്. അത് നിങ്ങളെടുക്കുന്ന ഇൻഗ്രീഡിയൻസിനനുസരിച്ചുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ, കാരണം ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് നന്നായി മാറി വരട്ടെ. ഇപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 മീഡിയം സൈസ് സവാളയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. അത്യാവശ്യം നന്നായി തന്നെ വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിവിടെ കിടന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കാം. ഇത് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക്
ഇനി ഞാൻ മറ്റൊരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. ഇനി ഇതിലേക്കും കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മെൽറ്റായി വരട്ടെ. ഇപ്പോൾ ഇത് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി കട്ടയില്ലാതെ ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്ത് പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആക്കിയെടുക്കാം. ഞാൻ 1 കപ്പ് പാലാണ് ഇവിടെ എടുത്ത് വെച്ചത്. ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കട്ടയില്ലാതെ ഇളക്കിയെടുക്കണം. 1 കപ്പ് പാല് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കി കൊടുക്കാം കട്ടയില്ലാതെ. ഇപ്പോൾ ഇത് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് നുറുക്കി വെച്ചതാണിത്. ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. എന്നിട്ട് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്ത് ചേർക്കാം. ഇതൊന്ന് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് നുറുക്കി വെച്ച് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ടാൽ ഓവറായിട്ട് വെന്ത് പോകരുത്. ഇനി ഇതിലേക്ക് നമുക്ക് സോസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൽ തക്കാളി ഒന്നും ചേർക്കുന്നില്ല. അതിന് പകരം ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് സോയാ സോസ് ചേർക്കാം. 3/4 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1 സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. എരിവിനായിട്ട് ഞാൻ ചില്ലി സോസ് 2 പച്ചമുളകാണ് ആദ്യം ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് കുരുമുളകും. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാൻ ഞാൻ 1 സ്പൂൺ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ച വൈറ്റ് സോസ് ചേർത്ത് മക്രോണിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ മുന്നേ ചിക്കൻ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ചിക്കൻ വേവിക്കുമ്പോഴും ഉള്ളി വഴറ്റുമ്പോഴൊക്കെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ഉപ്പ് ചേർക്കാൻ. പിന്നെ മക്രോണി വേവിക്കുമ്പോഴും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വൈറ്റ് സോസ് ഒഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ മക്രോണി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പാത്രം അത്യാവശ്യം വലിപ്പമുള്ള തന്നെ എടുത്താലേ മിക്സ് ചെയ്യാൻ കഴിയുള്ളൂ. വൈറ്റ് സോസ് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ, ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനി കുറച്ചുകൂടി വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാൻ അത് കുറച്ച് അധികമുള്ള പോലെ തോന്നി. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല അടിപൊളി മക്രോണി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.